2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ കുറിച്ചാണല്ലോ കേരളത്തിലെ പ്രധാന ചർച്ചകൾ. എന്തുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് ഇത്രമാത്രം പരുക്കുണ്ടാക്കി UDF തേരോട്ടം സാധ്യമായതെന്ന ചോദ്യം ശരാശരി മലയാളിയുടെ മനസ്സിൽ പുകയുന്നുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്തെ മലയാളിയുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടത്തിലായി നടന്ന വോട്ടെടുപ്പിലും പ്രകടമായത് വോട്ടർമാരുടെ തികഞ്ഞ നിസ്സംഗതയായിരുന്നു. പല ജില്ലകളിലും പോളിംഗിൽ ദൃശ്യമായ കുറവും ബൂത്തുകളിൽ ദൃശ്യമാകാത്ത ആവേശവും 3 മുന്നണികളെയും ഒരുപോലെ കുഴക്കി. ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവാറുള്ള തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ വോട്ടർമാർ അതിരാവിലെ നീണ്ട ക്യൂവിൽ നിന്ന് തങ്ങളുടെ ദേഷ്യം വോട്ടാക്കി മാറ്റുന്ന പതിവുണ്ട്. ഇക്കുറി അങ്ങനെയൊന്ന് എങ്ങും കണ്ടതേയില്ല. അതുകൊണ്ട് തന്നെ പ്രകടമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്നത് ഭരണപക്ഷമായ LDFോ മുഖ്യ പ്രതിപക്ഷമായ UDFോ തിരിച്ചറിഞ്ഞില്ല. 5 ജില്ലാ പഞ്ചായത്തുകളും 3 നഗരസഭകളും പകുതിയോളം ബ്ലോക്ക് പഞ്ചായത്തുകളും പിടിക്കും. നഗരസഭകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടും എന്നതായിരുന്നു UDF നേതാക്കൾ അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ പോലും ഉറപ്പിച്ചത്. അതിനെയും കവച്ചുവയ്ക്കുന്ന വിജയം 15 വർഷം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ സമഗ്രാധിപത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. വോട്ടെടുപ്പ് ദിനത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചേരിതിരിഞ്ഞു പോരാടുന്ന നേതാക്കളുള്ള കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വീണുകിട്ടിയ വിഷയങ്ങളിൽ പോലും ആശയക്കുഴപ്പം പ്രകടമാക്കിയ കോൺഗ്രസ് വാർഡ് തലത്തിൽ പ്രചാരണ സംവിധാനം ഊർജിതമാക്കാൻ വേണ്ട ആളും അർത്ഥവും ഇല്ലാതിരുന്ന കോൺഗ്രസ് സംസ്ഥാന സർക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ഭരണകക്ഷിക്ക് അന്യായ നേട്ടം കൈവരിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന കോൺഗ്രസ് ആ പാർട്ടി എങ്ങനെയാണ് പരിമിതികൾ മറികടന്ന് മിന്നുന്ന തെരഞ്ഞെടുപ്പ് വിജയം കൈവരിച്ചതെന്നത് സൂക്ഷ്മ വിശകലനം അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 7 കാര്യങ്ങളാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതെന്ന് വ്യക്തമാകും. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPMഉം ശ്രദ്ധിക്കാതെ പോയതും. 5 വർഷം കൂടുമ്പോൾ മുന്നണികളെ മാറ്റി പരീക്ഷിക്കുന്ന കേരളത്തിൽ തുടർച്ചയായ 10ാം വർഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരം കൈയാളുന്നത്. സർക്കാരിന്റെ അന്യായ ധൂർത്തും ഭരണപരാജയത്തോടുള്ള രോഷവും കാരണം നല്ലൊരു വിഭാഗം ജനങ്ങൾ സർക്കാരിനെതിരായ മാനസികാവസ്ഥയിലായിരുന്നു. ഭരണമേറ്റ ആദ്യ ദിവസം മുതൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് അത്യാവശ്യ വികസന ക്ഷേമ പദ്ധതികളുടെ വിഹിതം വരെ വെട്ടിക്കുറച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ടു മുന്നേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതും വോട്ട് തട്ടാനുള്ള തന്ത്രമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയും സഖ്യകക്ഷികളും പയറ്റിത്തെളിഞ്ഞ ഈ തന്ത്രം അഭ്യസ്തവിദ്യരായ വോട്ടർമാർ കൂടുതലുള്ള കേരളത്തിൽ വോട്ടിനായി നൽകുന്ന കൈക്കൂലി എന്ന മട്ടിൽ വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് കരുതേണ്ടി വരും. അതുമല്ലെങ്കിൽ വേതന വർധനയ്ക്ക് വേണ്ടി 265 ദിവസം ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്ത ആശമാരെ കാണാതെ പെട്ടെന്ന് പൊട്ടിവന്ന അഗതി സ്നേഹത്തിന്റെ പൊരുൾ എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ BJP മന്ത്രിയുടെ വാർഡിൽ കോൺഗ്രസ് ആർഷോക്കെതിരെ പരാതി നൽകിയ നിമിഷയ്ക്ക് പരാജയം, കൊച്ചിയിലെ കൗതുക കാഴ്ചകളായിരുന്നു ഇതൊക്കെ. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി ജനങ്ങൾ നിരന്തരം ഇടപെടുന്ന വകുപ്പുകളിലുണ്ടായ വീഴ്ചകൾ ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടി. കുഴപ്പത്തിലാകുന്ന വകുപ്പുകളിലെ മന്ത്രിമാരെ പോലും മാറ്റാൻ മുഖ്യമന്ത്രിയും പാർട്ടിയും തയ്യാറായിരുന്നില്ല. ഇനി ആ പരിഹാരം നടപ്പാക്കാനുള്ള സമയവുമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷമാണ് CPM ഹിന്ദു പ്രീണന നയങ്ങൾ പ്രകടമായി നടപ്പാക്കി തുടങ്ങിയത്. പൗരത്വ ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്ത മതേതര നിലപാട് CPMന് ന്യൂനപക്ഷ മുഖം നൽകിയെന്നും അത് ഭൂരിപക്ഷ വോട്ടർമാരെ അകറ്റിയെന്നുമുള്ള ആഭ്യന്തര വിലയിരുത്തലാണ് ഹിന്ദു സമുദായ സംഘടനകളോട് കൂടുതൽ അടുക്കാനും ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പെടുത്താനുമുള്ള തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാനും 2ാം പിണറായി സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അടുത്തിടെ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഈ പദ്ധതിയിലെ ഏറ്റവും അവസാനത്തേതായിരുന്നു. ആ വേദിയിൽ NSSന്റെ സംഗീത് കുമാറിനെയും SNDPയുടെ വെള്ളാപ്പള്ളി നടേശനെയും ഇരുവശത്തും നിർത്തി അഭിമാനത്തോടെ നിവർന്നു നിന്ന പിണറായി വിജയൻ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സമ്മാനിച്ചത് കൊടിയ അവിശ്വാസമായിരുന്നു.
തുടർ ദിനങ്ങളിൽ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന പരാമർശങ്ങളെ തള്ളിപ്പറയാൻ പോലും മുഖ്യമന്ത്രിയോ CPM തയ്യാറായില്ല. ആ വോട്ടുകൾ പോയാലും BJPയിലേക്ക് പോകേണ്ട ഹിന്ദു വോട്ടുകളെ അരിവാൾ ചുറ്റുക തണലിൽ കെട്ടിയിടാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിൽ മതേതരത്വത്തിനുണ്ടായ കോട്ടം പോലും ലാഘവത്തോടെയാണ് പിണറായിയും MV ഗോവിന്ദനും കണ്ടത്. പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ള ED അന്വേഷണം മുതൽ PM ശ്രീ പദ്ധതി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പുവെച്ചതുവരെയുള്ള സംഭവങ്ങൾ CPM BJP രഹസ്യധാരണയെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി വോട്ടർമാർക്ക് നൽകാൻ LDFന് കഴിഞ്ഞിട്ടില്ല. പിണറായിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞു തള്ളിയാലും അമിത്ഷായുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ PM ശ്രീ കരാർ CPIയെ പോലും അറിയിക്കാതെ ഒപ്പിട്ട സംഗതി ഇരു കക്ഷികളും തമ്മിലുള്ള ഇടപാടിൽ എന്തോ ഒളിക്കാനുണ്ടെന്ന പ്രതീതിയാണ് വോട്ടർമാർക്കിടയിൽ സൃഷ്ടിച്ചത്. മറുവശത്ത് രാഹുൽ ഗാന്ധി ആകട്ടെ ഓരോ ദിവസവും അതിശക്തമായി കേന്ദ്ര സർക്കാരിനെയും മോദിയെയും എതിർത്തുകൊണ്ടേയിരുന്നു. വോട്ട് ചോരി വിവാദവും അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളും കേരളത്തിൽ ഉയർത്തിയ ചർച്ചകൾ പൊതുവെ UDFന് ഗുണകരമായി. കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിക്ക് മോദിയുമായി രഹസ്യ ഡീലുകൾ ഇല്ലെന്നെങ്കിലും ജനത്തിന് ബോധ്യമായി. ആസൂത്രിത നീക്കങ്ങളിലൂടെ മാസങ്ങൾ പണിപ്പെട്ട് ഒപ്പം കൂട്ടിയ ഹിന്ദു വിശ്വാസി സമൂഹമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പാർട്ടിയെ കൈവിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിവാദം എങ്ങനെ UDFന് തുടച്ചോ അതേ മാതൃകയിലാണ് സ്വർണ്ണപ്പാളി വിവാദത്തിലും വിശ്വാസികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നത്. അയ്യപ്പന്റെ പൊന്ന് കട്ടത് CPM ആണെന്ന നരേറ്റീവ് സാവധാനം കെട്ടിപ്പടുക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞു. ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് സർക്കാർ അന്വേഷണം വേഗത്തിലാക്കിയതും CPM നേതാക്കൾ തന്നെയായ N വാസുവിനെയും A പത്മകുമാറിനെയും ജയിലിൽ അടച്ചതും. എന്നാൽ CPMകാരാണ് പൊന്ന് കട്ടതെന്ന നരേറ്റീവ് ശക്തിപ്പെടുത്താനാണ് ഈ നടപടികൾ സഹായിച്ചത്. വാർഡുകൾ തോറും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് ഉപയോഗിച്ച ഈ വിഷയത്തിൽ ഊന്നിയ പ്രചാരണ ഗാനം വമ്പൻ ഹിറ്റായിരുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂർത്തിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. UDFന് ജമാഅത്തുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടെന്ന പ്രചാരണം CPM ഏറ്റെടുത്തത് ബോധപൂർവമായിരുന്നു. കുറച്ചുകാലമായി തുടർന്നു വന്നിരുന്ന ഹിന്ദു പ്രീണന നയത്തിന്റെ സ്വാഭാവിക തുടർച്ചയായിരുന്നു ഈ ക്യാമ്പയിൻ. എന്നാൽ തന്ത്രപരമായ സമീപനത്തിലൂടെ ജമാഅത്ത് വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനും അതേസമയം തന്നെ CPM പ്രചരണത്തിലെ വൈരുദ്ധ്യം തുറന്നുകാട്ടാനും പ്രതിപക്ഷത്തിനായി. അതിനായി അവർ പിണറായി വിജയൻ പണ്ട് നടത്തിയ വോട്ട് ചർച്ചകൾ വീണ്ടും വിഷയമാക്കി. അവസാനം പിണറായിക്ക് തന്നെ അക്കാര്യം സമ്മതിക്കേണ്ടിയും വന്നു. എന്തായാലും വടക്കൻ കേരളത്തിൽ UDF നേടിയ കൂറ്റൻ വിജയം തെളിയിക്കുന്നത് മുസ്ലിം ലീഗിന് പുറമെ മറ്റ് മുസ്ലിം സംഘടനകളും മുന്നണിയുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിലനിന്നുവെന്നാണ് തെളിയിക്കുന്നത്. മധ്യ കേരളത്തിന്റെ വോട്ട് പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വളരെ മികച്ച വിജയം നേടാൻ UDFന് കഴിഞ്ഞു. ശബരിമല വിഷയം കാര്യമായി സ്വാധീനിച്ച ഈ ജില്ലകളിൽ ക്രിസ്ത്യൻ വോട്ടർമാരുടെ പിന്തുണയും നേടിയെടുക്കാൻ അവർക്കായി. BJP ഉന്നമിട്ടിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കാര്യമായ വിള്ളലില്ലാതെ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ നിയോഗിച്ചത് മധ്യ കേരളം പിടിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പായിരുന്നു. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിനൊരുങ്ങി പ്രധാന തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല മുതിർന്ന നേതാക്കളെ ഏൽപ്പിച്ച് ചിട്ടയായി പ്രവർത്തനം നടത്തിയ UDFന്റെ തലക്കേറ്റ പ്രഹരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ പരാതികളും പോലീസ് കേസും. എന്നാൽ തുടക്കത്തിൽ തന്നെ പാലക്കാട് MLA തള്ളിയ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിച്ചു.
നേതൃത്വത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതോടെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരോട് ശക്തമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ സഹായിച്ചു. സമാന കേസുകളിൽ CPM കുറ്റക്കാരെ ചേർത്തു പിടിച്ചത് രാഷ്ട്രീയമായി ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞു. രാഹുലും ഷാഫിയും ഊട്ടി വളർത്തിയ സൈബർ യോദ്ധാക്കളല്ല കോൺഗ്രസിന്റെ യഥാർത്ഥ അണികളെന്ന് പാർട്ടിയോട് പറയാതെ പറയാൻ കൂടെ സഹായിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിസ്വാർത്ഥരായ പണിയെടുക്കുന്ന ആയിരങ്ങളും അവരെ ഊർജ്ജസ്വലരാക്കി നയിക്കാൻ കഴിഞ്ഞ പഴയ തലമുറയിലെ നേതാക്കളും ചേർന്നാൽ റിയലായ വിജയം സാധ്യമാണെന്ന് തെളിയിക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പ് ഫലം.